എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പൂതപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കൂട്ടം ആളുകൾ, നമ്മൾ ഒത്തുപിടിച്ച മലയും പോരും എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൂട്ടം നാട്ടുകാരായ ആളുകൾ തുടങ്ങിയ സംരംഭങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ അവർ മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ ആളില്ല കട എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സംരംഭം, ആളില്ല കട എന്ന് പറയുമ്പോൾ ചെറിയ പരിപാടിയാണ്, പക്ഷേ വ്യത്യസ്തമായ ആശയമാണ്. അതുപോലെ പിന്നെ ആംബുലൻസ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ കുറച്ച് പേര് കൂടി തുടങ്ങിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. സൊസൈറ്റി രൂപീകരിച്ചത് 9 ചെറുപ്പക്കാരുടെ ഒരു ആശയമാണ്. ആ ചെറുപ്പക്കാർ സാധാരണ കൂലിപ്പണിയെടുക്കുന്ന ചെറുപ്പക്കാരാണ്. അവർ ഒരു സ്ട്രീമിൽ ഇരുന്നിട്ട് നമുക്ക് ഈ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ എന്ത് ചെയ്യും എന്ന ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ആശയമാണ്. അപ്പോൾ ഈ 9 ചെറുപ്പക്കാർ കൂടിയിട്ട് ഇത് രൂപീകരിച്ചു. അവരാഴ്ചയിൽ ചെറിയൊരു വിഹിതം, അവരെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ച് ആദ്യം തന്നെ ഒരാളെ സഹായിച്ചു. അതിന് ശേഷം അവരവരെ കൂട്ടത്തിൽ മറ്റുള്ളവരെ ചേർക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശേഷം 34ഓളം ആളുകൾ ഒരുമിച്ചിരുന്നിട്ടാണ് ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത്. ആ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് മറ്റൊരു സംഘടനക്കും അവകാശപ്പെടാൻ പാടില്ലാത്ത അത്രയും പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കേവലം 15 മാസം കൊണ്ട് ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസുള്ള സംഘടനകൾ ഏറ്റെടുക്കാൻ പേടിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ഈ ആശയം പങ്കുവെച്ചാലും 1000 രൂപ മുതൽ 5000 രൂപ വരെ പല മെമ്പർമാർ സഹായിച്ചു. നമ്മൾ ഓർമ്മ ശരിയാണെങ്കിൽ 64ഓളം മെമ്പർമാർ സഹായിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. ഈ സ്ഥാപനം ഇപ്പോൾ വളരെ നല്ല നിലയിൽ പോകുന്നു. നമ്മൾ തുടങ്ങുമ്പോൾ തീരുമാനിച്ചാണ് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. അങ്ങനെയാണ് 12% ഡിസ്കൗണ്ടിലേക്ക് വന്നത്. 10% ഡിസ്കൗണ്ടാണ് പൊതുവിൽ എല്ലാവരും കൊടുക്കുന്നത് മനസ്സിലായത്. അപ്പോൾ 2% നമ്മൾ കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഒരു കണക്കെടുത്ത സമയത്ത് ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബറിലെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ജനറൽ ബോഡിക്കകത്ത് എടുത്ത കണക്ക് പ്രകാരം 3,83,726 രൂപ ഡിസ്കൗണ്ടിലൂടെ നമ്മൾ ഈ പ്രദേശത്തെ മരുന്ന് വാങ്ങുന്ന ആളുകൾക്ക് സഹായം ചെയ്തിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്, അവർ ഇവിടെ മെഡിസിൻ വാങ്ങാൻ വന്നാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഷോപ്പുമായിട്ട്, മെഡിക്കൽ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം ചോദിക്കാം. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് രവി. അപ്പോൾ കുറേ കാലമായില്ല ഇത് ഓപ്പൺ ചെയ്ത മുതൽ കാണാം. എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? എന്താ? എനിക്ക് നല്ല അഭിപ്രായം. ചോദിച്ചാൽ സംശയങ്ങളാ പറഞ്ഞു തരൂ. അതുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായം. എന്തെങ്കിലും ചോദിച്ചാൽ മരുന്നിനൊക്കെ പറ്റി ചോദിച്ചാൽ സംശയങ്ങൾ പറഞ്ഞാൽ നല്ല അഭിപ്രായം. തിരക്കൊന്നും കൂട്ടല്ല. പിന്നെ ഇല്ലാത്ത മരുന്ന് കൊണ്ടുതരൂ. അതൊക്കെ എനിക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങിക്കുന്നത്? സ്ഥിരമായിട്ട് കുറേ കൊല്ലം ഈ ഓപ്പൺ ചെയ്തേക്കാം. ബാക്കി ബാക്കിലോട്ട് കൊല്ലാൻ പറ്റില്ല. ഇവിടെ പിന്നെ 12% ഉണ്ടല്ലോ, ആ ഒരു മെച്ചമല്ല. 12% ഡിസ്കൗണ്ട് ഉണ്ടല്ലോ. ഇത് 12% ഡിസ്കൗണ്ട് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ വിലയിൽ നല്ല മാറ്റം വരുന്നുണ്ടോ മറ്റേ കടയിൽ നിന്നും? അതെ. പിന്നെ നമ്മൾ ടൗണിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുതരും. അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടല്ലോ. രാവിലെ വൈകുന്നേരം, രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എത്തിച്ചേരും. ഓക്കെ. അപ്പോൾ ഇവിടെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എത്ര കാലം ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എത്ര കൊല്ലമായി ഇവിടെ? തുടങ്ങി മുതലേ തുടക്കം മുതലേ ഉണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ആളുകൾ, നാട്ടുകാരുടെ സഹകരണം നല്ലപോലെ വിശ്വാസയോഗ്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അവർക്ക് നല്ലൊരു അഭിപ്രായം നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. നല്ല അഭിപ്രായമാണ്. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കണ്ടു കുറേ അത്യാവശ്യം ആളുകൾ എന്തായാലും ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊന്നും ഇല്ല. കാരണം 12% കിഴിവുണ്ട്. നമ്മളെല്ലാം ഫുൾ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഇത് ഇവരുടെ ഫിസിയോതെറാപ്പി സെന്റർ ആണ്, അതായത് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സജീവൻ. ചേട്ടൻ്റെ പേരെന്താ? സജീവൻ. കുറെ കാലമായി ഇവിടെ? ഇല്ല, ഞാൻ 3 മാസമായി. 3 മാസമായി. അപ്പോൾ ഇവിടെ ഇത് ഫിസിയോതെറാപ്പിന്റെ യൂണിറ്റ് അല്ലേ? അതെ അതെ. ഇപ്പൊ എങ്ങനെ ആളുകൾ വരാറുണ്ടോ? രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞായറാഴ്ച ഒഴിവാണ്. ബാക്കി എല്ലാ ദിവസവും 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ എല്ലാവർക്കും, അതായത് ഈ പഞ്ചായത്തിന്റെ പുറത്തുള്ളവർക്കും എങ്ങനെയുള്ള? പഞ്ചായത്ത് നോക്കിയിട്ടില്ല, ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ ഒരു സൗകര്യങ്ങൾ കിട്ടും. ഇതാണ് ആളില്ല കട എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതിന്റെ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് ഇവർ പറഞ്ഞുതരും. അപ്പോൾ ആളില്ല കട എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇവർ പറയട്ടെ, എന്താണ് ഈ ആളില്ല കട? നിങ്ങളുടെ പേര് പറ ആദ്യം. എന്റെ പേര് നവാസ്. ഞാൻ ആശ്രയന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഒരാളും കൂടി ഉണ്ട്. നിങ്ങളുടെ പേര്? നവി, ജോയിന്റ് സെക്രട്ടറി അല്ലേ? അപ്പൊ എന്താണ് ഈ ആളില്ല കട എന്ന കൺസെപ്റ്റ്? എന്താണ്? അരക്ക് താഴെ സാധ്യമില്ലാത്തവരെ സാധനം എടുത്തിട്ട് അവർക്കൊരു
ഇതായിട്ട് ഇനി നവാസ് ഭായിനോട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇത് ഈ കട ആളില്ല കട എന്ന് പേര് ആളുടെ വരുന്നത്? കട എന്ന് പറയുന്നത് കസ്റ്റമർ വന്നിട്ട് ഇതിനിടുന്ന സാധനം എടുത്തു കഴിഞ്ഞാല് അവരെന്നെ അതിന്റെ പൈസ അതായത് ഈ കാണുന്ന ബോക്സിൽ അവര് പൈസ ഇടും അല്ലേ? അവര് നിക്ഷേപിക്കും. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പൈസ നോക്കിയിട്ട് അതിൽ നമ്മള് റേറ്റ് എഴുതിയിട്ടുണ്ട്, അതങ്ങനെ അതിലേക്ക് നിക്ഷേപിക്കലാണ്. ഈ പറയുന്ന ഈ കാണുന്ന റേറ്റ് നോക്കിയിട്ട് അതിലേക്ക് ഇടും. അപ്പൊ ഇതിൽ എപ്പോഴെങ്കിലും ഈ സാധാരണ ആളിലെ കടയൊക്കെ വരുമ്പോൾ പറ്റിക്കേണ്ട പരിപാടി ഉണ്ടാവില്ല? ഇപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും? ഇതുവരെ അങ്ങനെ ഇല്ല, ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് നമ്മളൊക്കെ വെറുതെ തോന്നുന്ന ആളുകൾ പറ്റിക്കുന്നൊക്കെ അല്ലേ? ഇങ്ങനെയുള്ള എല്ലാ സംരംഭത്തിലും കേരളക്കാർ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താണ് എല്ലായിടത്തും കാണുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ സെയിൽ ആവുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ? ഇത് പോകുന്നുണ്ട്. നമ്മളെ മെമ്പേഴ്സ് കൂടാതെ പുറത്തുള്ള ആൾക്കാരും വാങ്ങിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ സാധനങ്ങൾ ഡെയിലി ഫില്ല് ചെയ്യലാണോ അല്ല ആഴ്ചയിൽ ഒരിക്കലാണോ? നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. ഫുള്ളായിട്ട് വെക്കും. അത് നമ്മളെ പിന്നെ ഇതില് ചുമതലപ്പെടുത്തിയ ഒരു പ്രസിഡന്റ് പോയി എടുത്തുകൊണ്ടെന്ന് അവര് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. വീട്ടിൽ പോയി എടുത്തുകൊണ്ടെന്ന് ഇവിടെ വെക്കും. സെറ്റ് ചെയ്യുന്നത് ഇതിപ്പം തിങ്കളാഴ്ച സെറ്റ് ചെയ്തതാണ്. അപ്പോ പിന്നെ വ്യാഴാഴ്ച ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ അല്ലേ? ഇനിയിപ്പോ വീണ്ടും ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതിന്റെ പൈസ നമ്മൾ രണ്ടാമത് എടുക്കുമ്പോൾ അവിടെ കൊടുക്കലാണോ? അതെ, അത് കളക്ട് ചെയ്തിട്ട് അടുത്തത് എടുക്കുമ്പോൾ ഇതിന്റെ പൈസ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആശയം എങ്ങനെയാണ് വന്നത്? ഇത് നമ്മളെ ഇതിലുള്ള ഒരു മെമ്പർ ആശയം ഒന്ന് ഇങ്ങനെ രൂപീകരിച്ചു. അപ്പോൾ അതെല്ലാവരും കൂടി മീറ്റിങ്ങിൽ വെച്ച് ചർച്ച ചെയ്ത് അങ്ങനെ അത് പാസ്സാക്കിയിട്ട് അങ്ങനെ ചെയ്തു. ഇത് തുടങ്ങിയിട്ട് കുറയാ? ഇത് തുടങ്ങിയിട്ട് ഒരു വർഷം കറക്റ്റായി നല്ല രീതിയിൽ പോകുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണോ തുടങ്ങിയത്? മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് രമേശൻ, പിന്നെ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് രമേശൻ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് മൂന്ന് വളവട്ടണം ആണ് ഉദ്ഘാടനം ചെയ്തത് രാജേഷ്. ഏറ്റവും ആദ്യം ആശ്ര ചെയ്തത് ഒരു പാലിയേറ്റീവ് വാഹനം എന്ന നിലയിൽ പൂതപ്പാറ ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. പള്ളീൻ്റെ അവിടെ വെച്ചിട്ട് ഈ ഭാഗത്തെ പൊതുജനങ്ങൾക്ക് ആകെ അവരാവശ്യത്തിന് എണ്ണ അടിച്ചിട്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് പാലിയേറ്റീവ് വാഹനം ഇറക്കിയത്. ഡ്രൈവർ അവർ വാഹനത്തിൽ എണ്ണയടിച്ച് ഉപയോഗിക്കുക, തിരിച്ചവിടെ കൊണ്ടുവച്ചാൽ മതി. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ചില പ്രയാസങ്ങൾ വന്നു. കാരണം ആംബുലൻസിൻ്റെ കാര്യങ്ങളാണ് പാലിയേറ്റീവ് വാഹനത്തിൽ ചെയ്യുന്നത്. അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ആശ്രയയുടെ ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ്. അതിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്താണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ ഉൾപ്പെടെ ആശ്രയെക്കുറിച്ച് പരാതി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രൂപ്പ് മെമ്പർമാർ പരിശോധിച്ച് അങ്ങനെയാണ് നമ്മൾ ആംബുലൻസ് ഇറക്കിയത്. ഇന്ന് കഴിഞ്ഞ ജനറൽ ബോഡി യോഗം സെപ്റ്റംബർ മാസം നടന്ന ജനറൽ ബോഡിയും ചർച്ച ചെയ്തരം 283 ആളുകൾ ആശ്രയയുടെ ആംബുലൻസിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തും സൗജന്യമായിട്ട്. അപ്പം നമ്മൾ ആശ്രയ സൊസൈറ്റിയുടെ ഓഫീസിലാണ് ഉള്ളത്. അപ്പം ഇതാണ് ഭാരവാഹികൾ. അപ്പോൾ നമുക്ക് ഇവരോട് ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ എപ്പോഴാണ് തുടങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. അപ്പോൾ പേരൊന്നും നിങ്ങൾ പറഞ്ഞു? ജ്യോതിഷ്. പ്രസിഡന്റായിട്ട് എത്ര വർഷമായി? തുടങ്ങിയത് മുതൽ നിങ്ങൾ തന്നെയാണ്? അല്ലല്ല, ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രസിഡന്റാണ്. രണ്ടാമത്തെ പ്രസിഡന്റ്. ആദ്യം വിജിത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇപ്പം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നിട്ട് രണ്ടാമത്തെ ഇതിൽ വന്നതാണ് ഞാൻ. അപ്പോൾ ഇത് സൊസൈറ്റിയുടെ ട്രഷററാണ്. ട്രഷറർ അല്ലേ? അത് നിങ്ങളുടെ പേര്? എൻ്റെ പേര് മനോജ്. അപ്പോൾ മനോജ് ചേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ മൂവരോട് ഇതിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചു. നിങ്ങൾക്ക് ഈ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സംരംഭങ്ങളാണുള്ളത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണത് വന്നത്? ഇപ്പം നമ്മൾ കുറേ സംഭവങ്ങൾ കണ്ടു. അത് ഇപ്പം മെഡിക്കൽ ഷോപ്പ് ആയാലും ആളില്ല ആംബുലൻസ്, അതെല്ലാം എങ്ങനെയാണ് ഇത് ഓരോന്നും രൂപപ്പെട്ട് വന്നത്? നമ്മൾ പിന്നെ 2022 ഇങ്ങനെ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തരും കുറച്ച് ഫണ്ടുകൾ എടുക്കും. നമ്മൾ അത്യാവശ്യം ആൾക്കാരെ പോയി കണ്ട് നമ്മളിങ്ങനെ കുറച്ച് പാലിയേറ്റീവ് ഉപകരണങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാനുള്ളൊരു ഉദ്ദേശത്തിൽ കുറച്ച് ആൾക്കാരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഓരോരോ സാധനങ്ങൾ സംഘടിപ്പിച്ചു. അതിനുശേഷം അത് നമ്മൾ പിന്നെ ഈ മരുന്നിന് വേണ്ടിയിട്ട് പല ആളും ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടു. അതിനുശേഷം നമ്മൾ 12% കിഴിവിൽ ഒരു മരുന്ന് കുറച്ചാക്കുന്നല്ല, നമ്മൾ എല്ലാവർക്കും കണ്ണൂരെല്ലാം 10% ഉള്ളൂ. നമ്മുടെ കഴിക്കോട് 12% കിഴിവിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ആക്കാനുള്ള ഒരു ആസൂത്രണം എല്ലാ മെമ്പർമാരും ഷെയറായിട്ടാണ് നമ്മളെ തുടങ്ങിയത്. 1000 2000
5000 എത്ര പേരുണ്ടായിരുന്നു അത് തുടങ്ങുന്ന സമയത്ത്? തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മാതിരി 9 ആളെ ഉള്ളു. അത് ഇങ്ങനെ ഒരു എല്ലാവരുമായിട്ട് മെമ്പർഷിപ്പ് നമ്മൾ സംഘടിപ്പിച്ചു. എല്ലാവരുടെ നമ്മൾ ബന്ധപ്പെടുന്ന ആളെടുത്ത് പോയിട്ടും വന്നിട്ടും അറിഞ്ഞിട്ടും ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി സമീപിച്ചിട്ട് അപ്പൊ ഇത് മെഡിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കുറെ തുടക്കത്തിൽ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെ. ആദ്യം റൂം കൊണ്ട് നമുക്ക് ഫർണിച്ചറൊക്കെ ഓരോരുത്തരെ നമ്മൾ ഉള്ളവരുടെ ഓരോരുത്തർ തന്നതും പകുതി പൈസക്ക് തന്നതും അങ്ങനെയുണ്ട്. എല്ലാവരും സഹകരണം നമ്മളെ മെമ്പേഴ്സിന് പുറത്തും ഉള്ള ആൾക്കാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. മെമ്പേഴ്സ് തന്നെ കൂടുതൽ. അപ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് ജനകീയ മെഡിക്കൽ പേരിട്ടത്. ജനകീയ മെഡിക്കൽ ഷോപ്പ് അങ്ങനെ അതിട്ടു. അങ്ങനെ അതിന്റെ ശേഷം നമ്മൾ ഇങ്ങനെ ആളില്ലാക്കട എന്നുള്ളൊരു നമ്മളെ കോൺസെപ്റ്റ് വന്നു. അങ്ങനെ അത് നമ്മൾ ചെയ്തു. അപ്പോൾ പിന്നെയാണ് നമുക്ക് ഒരു ഫിസിയോതെറാപ്പിന്റെ ഒരു യൂണിറ്റ്. അത് നമ്മളെ മനേഷ് സാറാണ് നമുക്ക് അതിന്റെ ഊന്നൽ തന്നത്. അഴീക്കോട് ഫിസിയോതെറാപ്പി എന്നൊരു സംഭവമില്ല, അപ്പോൾ നിങ്ങളത് ചെയ്യണം. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വന്നത് ഒരു ആംബുലൻസ് പാലിയേറ്റീവ് വാഹനം ആണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ അത് പ്രത്യേക സാഹചര്യത്തിൽ ആ വാഹനം പോയി. പിന്നെ നമ്മളൊരു ആംബുലൻസ് തന്നെ ആക്കി വാങ്ങിച്ചു. പുതിയ ആംബുലൻസ് അപ്പോൾ ആംബുലൻസ് ഉണ്ട്. ഇതൊക്കെയാണ്. പിന്നെ പാലിയേറ്റീവ് ഉപകരണങ്ങൾ കുറച്ച് കൂടുതലായി ഇപ്പം നമ്മൾ സംഘടിപ്പിച്ചു. പിന്നെ അങ്ങനെ നമ്മളൊരു അക്ഷയ കേന്ദ്രം, ജനസേവന കേന്ദ്രം ഈ ഓഫീസിൽ ഉൾപ്പെടുത്തി അങ്ങനെ പരിപാടിയാക്കി. അങ്ങനെയാണ് നമ്മളെ കാണുന്ന സംരംഭങ്ങൾ. സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ പേരെന്തായിരുന്നു? പേര് രാജേഷ്. അപ്പോൾ സംരംഭങ്ങളെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കാണുകയും ചെയ്തു. ഇനിയിപ്പോൾ സംരംഭങ്ങളില്ലാതെ നമ്മൾ കുറേ ആളെ സഹായിക്കുന്നതും ചികിത്സാ സഹായമൊക്കെ ഇല്ല, അതിൻ്റെ പദ്ധതികളെ കുറിച്ചൊന്നും? അത് നമ്മളിവിടെ ഹോളി മൗണ്ടിലേക്ക് വീട്ടിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ചിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം നമ്മൾ ചെയ്യുന്നുണ്ട്. പൊതിച്ചോറ് എല്ലാ ദിവസമാണോ അതോ? അതിനല്ല, ഇത് ആവശ്യപ്പെടുമ്പോൾ ആ ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ക്യാൻസർ രോഗിക്ക് വേണ്ടി മുടി നമ്മളെ കൂട്ടായ്മകളിലെ എല്ലാ സ്ത്രീകളെല്ലാം വർദ്ധിച്ചിട്ട് മുടി ശേഖരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റേ അവയവം ദാനം ചെയ്യുന്ന ചടങ്ങും ഏറ്റെടുത്തിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവയവം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തകരനെ ഇതിൽ ഇടപെട്ടിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മറ്റൊരു വൈസ് പ്രസിഡന്റാണ് സൊസൈറ്റിയുടെ. അപ്പോൾ ഓരോരോ ആളും അവരെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ബാക്കി ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തത് നിങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് എന്നുള്ളത്? അനൂപ് എന്നാണ്, ആശ്രയയുടെ വൈസ് പ്രസിഡന്റാണ്. നമ്മൾ ആശ്രയയുടെ പ്രവർത്തനത്തിൽ എല്ലാ മാസവും പിന്നെ ദരിദ്രരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് ഒരു തവണ കൊടുക്കുന്നുണ്ട്. ഭക്ഷ്യക്കിറ്റ് വന്ന് കുക്ക് ചെയ്തതാണോ അതോ? അല്ല, അത്യാവശ്യം വേണ്ടുന്ന പരിപ്പ്, പഞ്ചസാര, ചായപ്പൊടി അങ്ങനെ വേണ്ടുന്ന ഒരു മാസത്തെ ഈ ഒരു പഞ്ചായത്തിലുള്ള നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് കുടുംബങ്ങളുണ്ട്, ദരിദ്രരായ കുറച്ച് കുടുംബങ്ങൾ. പുറത്തേക്ക് പഞ്ചായത്തിന് പുറത്ത് ഇപ്പോൾ ചെയ്യുന്നില്ല. ഭാവിയിൽ നമ്മുടെ ഈ സംരംഭത്തിന്റെ ഇതുപോലെ നോക്കിയിട്ട് പുറത്തേക്ക് കൊടുക്കേണ്ട സംവിധാനം നമ്മൾ പ്ലാനിങ്ങിലുണ്ട് ഇപ്പോൾ നിലവിൽ. അതുപോലെ തന്നെ നമ്മൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയിട്ട് 20 പേർക്കോളം പിന്നെ തീവ്ര ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഡോക്ടർ മുഹമ്മദ് സാദിഖ് സാറിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് ചെയ്തത്. പിന്നെ അവരെ തീവ്ര ശസ്ത്രക്രിയ പൂർണ്ണമായും ഫ്രീ ആയിട്ട് തന്നെയാണ് ആശ്രയയുടെ കീഴിൽ നമ്മൾ ചെയ്തു കൊടുത്തത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോടാണ്. അവരെ അകമറിഞ്ഞ പ്രവർത്തനമാണ് നമ്മളെ ഒരു പ്രചോദനം എന്ന് പറയാം. അവരുടെ പ്രവർത്തനം മുന്നോട്ടേക്ക് നമ്മളെ കൂടുതൽ നയിക്കാൻ വേണ്ടിയിട്ട് അവരാലാവുന്ന എല്ലാ രീതിയിലുള്ള സഹകരണം ചെയ്യുന്നുണ്ട്. എവിടെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ശസ്ത്രക്രിയൊക്കെ ഉണ്ടാവുക? AMC ചെയ്യുന്നുണ്ട്. പിന്നെ അൽസന ഹോസ്പിറ്റല്, ശ്രീചന്ദ് ഹോസ്പിറ്റല്, ജ്ഞാനപ്പോയി ഹോസ്പിറ്റൽ, ഇങ്ങനെ 4 ഹോസ്പിറ്റലിൽ ഇപ്പം നിലവിൽ ചെയ്യുന്നത്. ഭാവിയിൽ ഇത് കൂടുതൽ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ഈ ചെയ്തിടത്തോളം തന്നെ വളരെ പോസിറ്റീവ് പ്രതികരണം എല്ലാ ഭാഗത്തുനിന്നുണ്ടായത്. എല്ലാ ആൾക്കാർക്കും പോസിറ്റീവ് പ്രതികരണം ഉണ്ടായത്. ചെയ്തവർക്കെല്ലാം നല്ല സക്സസ് ആയിരുന്നു. ഒരു ആശ്രയയുടെ കീഴിൽ ചെയ്തുകൊണ്ട് ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് അങ്ങനെ ആയിപ്പോകും എന്തെങ്കിലും ആയിപ്പോകുന്നുള്ള. അങ്ങനത്തെ യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ചെയ്ത പ്രവൃത്തികളെല്ലാം 100% തന്നെ പറയാം, 99% എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും. ഇപ്പോൾ ഇതിലെത്ര ടോട്ടൽ മെമ്പേഴ്സ് ഉണ്ട്?
ഇതിലിപ്പം 300 എത്രയുള്ള 383 മെമ്പേഴ്സ് ഉണ്ട്. 383. അത് കഴിഞ്ഞ തവണ 200 എത്രയായിരുന്നു. പിന്നെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞ് എന്ത് പിന്നെ മെമ്പർഷിപ്പ് ഇങ്ങോട്ടേക്ക് ചോദിച്ചിട്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ മെമ്പർഷിപ്പ് നിർത്തി വെച്ചിട്ടുള്ളത്. അടുത്ത വർഷം കൂടുതൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇവർ രണ്ടാളും വനിതാ സെല്ലിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവരെന്തൊക്കെയാണ് അവരെന്നെ പറയട്ടെ. പറഞ്ഞ പേരും നിങ്ങളെ എന്താണ്? എൻ്റെ പേര് സ്റ്റെഫി, ഞാൻ വനിതാവേദി സെക്രട്ടറിയാണ്. എൻ്റെ പേര് സന്ധ്യ, ഞാൻ വനിതാവേദി ട്രഷറർ. അപ്പോൾ രണ്ടാൾക്കും വനിതാ സെല്ലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിൽക്കാൻ തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് വനിതാ സെല്ല് ചെയ്യുന്നത്? വനിതാവേദീൻ്റെ അണ്ടറിൽ ഇപ്പോൾ ചെയ്യുന്നത്, ആദ്യം നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്യാൻസർ പേഷ്യൻസിനുള്ള കേശദാനം നടത്തിയിട്ടുണ്ടായിരുന്നു. 30 പേരോളം വനിതകളും കുട്ടികളും അടക്കം അത്രയും പേര് മുടി കൊടുത്തു. ഇപ്പം ഞാൻ എൻ്റെ മുടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷമായി ഇപ്പം ഏകദേശം. ഈ മുടി കൊടുക്കുമ്പം പിന്നെ ഒരു പോർഷനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ലേ കൊടുക്കല്ല? ഒരു പോർഷൻ അല്ല, ഒരളവുണ്ട്. ആ അളവ് മുടി നമ്മൾ കൊടുക്കണം. അതുള്ളവർക്ക് 12 ഇഞ്ച്. ഇല്ല. അങ്ങനെ മുടി അവർ കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് എങ്ങനെ അവിടെ കൊണ്ടുകൊടുക്കും? അത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു, അമല ഹോസ്പിറ്റലിലേക്ക്. അവർക്ക് അവിടെ കിട്ടിയതിന് ശേഷം അവരിങ്ങോട്ടേക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു. പിന്നെ മുടിയല്ലാതെ വേറെ ബ്ലഡ് എടുക്കുന്നത്. പിന്നെ വനിതാ സെല്ലിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വെച്ചാൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നില്ല. ഭക്ഷണം കൊടുക്കുന്നു. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഫനേജിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ഡോക്ടേഴ്സൊക്കെ നമ്മളെ കൂടെ നല്ല സപ്പോർട്ടാണ്. അതുപോലെ സിനി എബ്രഹാം ഉണ്ട്, സിനിമ ആർട്ടിസ്റ്റ്. മാഡം നമ്മളോട് നല്ല രീതിയിലുള്ള സഹകരണമാണ്, കോപ്പറേഷനാണ്. നമ്മുടെ എല്ലാ കാര്യത്തിനും ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ശൗര്യചക്ര മനേഷ് PV സാറ്, അദ്ദേഹവും നമ്മളോട് നല്ല കോപ്പറേഷനാണ്. എല്ലാ കാര്യത്തിലും ആദ്യം മുതലേ നമ്മുടെ കൂടെ ഉണ്ട്, ആശ്രയയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും. അതുപോലെ AMCയിലെ നമ്മളെ അബൂബക്കർ ഡോക്ടർ സാറുണ്ട്. ഡോക്ടർ നല്ല ഇതായിരുന്നു, നമ്മളെ വനിതാവേദീൻ്റെ ചുമതലയാണ് ഡോക്ടർക്ക്. അപ്പോൾ ഡോക്ടറും നമ്മുടെ എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങുകളിലാണെങ്കിലും അതുപോലെ മുമ്പോട്ടേക്കുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നമ്മൾ 3 ക്യാമ്പ് മൊത്തത്തിൽ നടത്തി, മെഡിക്കൽ ക്യാമ്പ്. അതിൽ എല്ലാത്തിനും ഇൻചാർജ് ഡോക്ടറാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. 3 ക്യാമ്പിൽ ഇപ്പോൾ ലാസ്റ്റ് നടത്തിയത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻസർ നിർണയ ക്യാമ്പായിരുന്നു. അതിൽ ഏകദേശം 130ഓളം ആൾക്കാർക്ക് ക്യാൻസറിനുള്ള ടെസ്റ്റുകൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. 130 ആൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെ. അതായത് നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നും അഡ്വർടൈസ് അറിഞ്ഞിട്ട് വന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇപ്പോൾ ടെസ്റ്റിന് റിസൾട്ട് വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്ക് ആശ്രയയുടെ കീഴിൽ തന്നെ അതിന് വേണ്ടി മുമ്പോട്ടേക്കുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ചിലവും കാര്യങ്ങളും ആശ്രയയുടെ വക സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംഘടനയുടെ സെക്രട്ടറിയാണ്. പേരെന്തായിരുന്നു? നമസ്കാരം, എൻ്റെ പേര് ബിജു എന്നാണ്. ബിജു. അപ്പം ഈ സംഘടനയുടെ ഇപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടു. ഇപ്പം രക്തദാനം, അതുപോലെ ക്യാൻസർ നിർണയ ക്യാമ്പ്, ഇങ്ങനെ മുടിയിലെ ഇത്, അതുപോലെ പല രീതിയിലുള്ള ഇത് കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണ് വരുന്നത്? ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ 300 മുകളിൽ മെമ്പർമാരുണ്ട്. നമ്മളെ മെമ്പർമാരുടെ പൂർണ്ണ സഹായം നമുക്ക് നമ്മൾ ഓരോരു പ്രവർത്തനത്തിനും കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു രോഗിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൊസൈറ്റിക്ക് നമ്മളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ പറഞ്ഞാൽ തന്നെ ഗ്രൂപ്പ് മെമ്പർമാർ ഇതിൽ 70% സാധാരണ കുറിപ്പടി എടുക്കുന്ന ആൾക്കാരാണ്. ബാക്കി കുറച്ച് ഉള്ള ആൾക്കാരും ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരായാലും അവരൊരു വീതം നമുക്ക് എന്ത് പരിപാടി ആവശ്യം അങ്ങനെ നിശ്ചിത തുകയൊന്നുമില്ല, അവരെ കൊണ്ടാകുന്നത് പോലെ അവർക്ക് എത്ര ആകുന്ന ആ രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഫണ്ടിങ് ചെയ്തു തരുന്നത്. അത് പൈസയുള്ള ആൾക്കാരുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നമ്മളേതായ ആൾക്കാരോട് ബന്ധപ്പെടുന്ന സമയത്ത് അവര് പിന്നെ കൂടുതലായിട്ട് വ്യക്തികളെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഫണ്ടിങ് വരുന്നുണ്ട്. പുറത്തുനിന്ന് ഫണ്ടുകൾ എങ്ങനെയാ? പുറത്തുനിന്ന് ഫണ്ട് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ നമ്മളടുത്ത് ആൾക്കാർ സഹായം ആവശ്യപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് ആൾക്കാർക്ക് സഹായിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ ഈ മെമ്പർമാർ മാത്രമായി ഇതൊന്നും ചെയ്താൽ ആയ സഹായത്തെ കൊണ്ടാവുന്നില്ല. പക്ഷേ അത് പുറത്തുനിന്നും കൂടി എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുള്ള ഒരു ഇത് നമുക്കുണ്ട്. ഇതിന്റെ പ്രസിഡന്റ് ആണല്ലോ. പേര്? എൻ്റെ പേര് അതുല്യ. അതുല്യ. അപ്പോൾ നേരത്തെ നമ്മൾ സെക്രട്ടറിനെയും ട്രഷററിനെയും കണ്ടു.
അപ്പോൾ നിങ്ങൾ ചാർജ് എന്താ? ഓരോരാൾക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ ഡ്യൂട്ടി? നമ്മുടെ വനിതാവേദി മെയിനായിട്ട് ഫിസിയോതെറാപ്പിയുടെ ചുമതലയാണ്. ഫിസിയോതെറാപ്പി വന്നിട്ടുണ്ട്. ഫിസിയോതെറാപ്പിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വിവരണം ഒന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി നമ്മുടെ ഈ സമീപ പ്രദേശത്തുള്ള ആൾക്കാർക്ക് സൗജന്യ നിരക്കിൽ വളരെ ഇതായിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനാണ്. നമുക്ക് ഇത്ര 15 മാസമായിട്ടുണ്ട് നമ്മൾ ഫിസിയോതെറാപ്പി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ചുമതലയെല്ലാം വനിതാവേദിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വനിതാ കമ്മിറ്റിയിൽ ടോട്ടൽ എത്ര വനിതകൾ നമ്മൾ ഈ സൊസൈറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? വനിതാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ ആയിട്ട് 19 പേരുണ്ട്. 19 പേരുണ്ട്. അത് എല്ലാ പ്രായക്കാരും ഉണ്ട്? എല്ലാവരും ഉണ്ട്. നമുക്ക് ഒരു വനിതാവേദി ഗ്രൂപ്പ് തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവരും എല്ലാവരും ഉണ്ട്. വീട്ടമ്മമാര് മുതൽ, അതായത് സാമ്പത്തിക ഭദ്രത ഒട്ടും തീരെ ഇല്ലാത്തവർ മുതൽ നമ്മുടെ കയ്യിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്ന വെച്ചാൽ ഈ ചാരിറ്റി മേഖലയിൽ കുറച്ച് സാമ്പത്തികമുള്ള ആൾക്കാരൊക്കെയാണ് ഇതിന്റെ രംഗത്ത് വരാവുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു മാതൃകയാണ് നമ്മുടെ ആശ്രയ. സാമ്പത്തികം വളരെ പിന്നോക്കമുള്ള ആളുകൾ വരെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. പങ്കാളികളാണ്. പ്രത്യേകിച്ച് നമ്മുടെ വനിതാ വേദിയിൽ അങ്ങനെയുള്ളവരാണ്. സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആളുകൾ മുതൽ സ്ത്രീകളും അപ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾ, അതായത് സാധാരണ ആളുകളാണ് ഇതിന് ഇത്രയും പ്രസ്ഥാനങ്ങൾ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ വന്നിട്ട് കൂടെ ഇറങ്ങി നിൽക്കുന്നത്, നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം വിജയിപ്പിക്കുന്നത് അല്ലേ? അതെ അതെ. കൂടുതലുള്ളവരാണ് വാടകയ്ക്ക് താമസിക്കുന്നവർ വരെയുണ്ട്. അവരാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട്, ഒരു തുക നമുക്ക് തന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഓരോരോ ആൾക്കും എടുക്കാൻ പറ്റുന്ന ഒരു നിശ്ചിത തുക എടുത്തിട്ട് ചെയ്യുന്നത് അല്ലെ? അങ്ങനെയാണ് കൂടുതലും പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഓരോരോ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ അറിയിക്കും. അതെ, നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ അറിയിക്കും. എന്നിട്ട് അവിടുന്ന് വനിതകളെല്ലാവരും കൂടി വന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരുപാട് പദ്ധതികൾ ഇവരിപ്പോൾ ചെയ്യുന്നുണ്ട്. പല പാവപ്പെട്ട പല ആളുകൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള ഓപ്പറേഷൻ സഹായങ്ങളും അതുപോലെ ഭക്ഷണ കിറ്റായാലും അതുപോലെ ടെസ്റ്റുകളായാലും ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഞാൻ നമ്പർ കൊടുക്കാം. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യണം. നിർബന്ധമല്ല പറയുന്നത്, പക്ഷേ അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ഇതിൽ പങ്കാളികളാവണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം.